ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് ബീഫ് വെച്ചിട്ടുള്ള നല്ലൊരു ക്രിസ്പി അടയാണ്. നല്ല ടേസ്റ്റാണിത്. നോമ്പ് തുറക്കുമ്പോഴും 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് മതി. അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കിഴങ്ങ് അരിഞ്ഞതാണ്, ഉരുളൻ കിഴങ്ങ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരട്ടെ. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. തക്കാളിയൊക്കെ നല്ലപോലെ അതിൽ അലിഞ്ഞു വരട്ടെ. ഇതെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചതാണ്. ഇതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറി വരുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് വേവിച്ച് വെച്ചതാണ്, കുരുമുളക് ഉപ്പിട്ട് ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് ഇതിലിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ആ മസാലയിൽ ഈ ഇറച്ചി ഇതൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി 1.5 ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് തിളച്ച് വരുമ്പോൾ 1.5 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇത് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ പരത്തിയെടുത്താലും മതി. നമുക്കിതിൻ്റെ ഉള്ളിൽ ഇത് നിറച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു പാനിൽ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഓയിലിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കാം. തീ കുറച്ചൊന്നും കൊടുക്കണ്ട.
ഇത് വെന്ത് വരട്ടെ. ഇതായിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്, നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ്. എല്ലാം നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.